നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു പയൽ റീഡിംഗ് ആണ് നോക്കുന്നത്. ഇതിലൂടെ പ്രപഞ്ചത്തിൽ നിന്നും ഈ ഒരു സമയം നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ്, നിങ്ങളെ ഈ ഒരു സമയം തേടി വരുന്ന സന്തോഷ വാർത്തകൾ, ശുഭകാര്യങ്ങൾ, ഇവയൊക്കെ എന്തെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ 2 പയലുകൾ തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ് എന്താണെന്ന് നോക്കാം. എന്തെല്ലാം സന്തോഷങ്ങളാണ് ഈ ഒരു സമയം നിങ്ങളെ തേടി വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ 4 of Wands, 9 of Swords, King of Wands, Hanged Man, 8 of Pentacles എന്നീ കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് പോകുന്ന വലിയൊരു സന്തോഷം അല്ലെങ്കിൽ വലിയൊരു അനുഗ്രഹമെന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള ഒരു ആശ്വാസമാണ്. അതായത് കുറച്ച് നാളായിട്ട് നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിന്നൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്കൊരു മോചനം ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ചിന്തകളിലൊക്കെ ഒരു വ്യക്തത എത്തിച്ചേരുന്നതാണ്. നിങ്ങളുടെ മനസ്സിൽ പുതിയൊരു പ്രകാശം നിറയുന്നതാണ്. കൂടാതെ പല കാര്യങ്ങളിലും വളരെയധികം പരിശ്രമങ്ങൾ നടത്തിയിട്ടും ഒരു ഫലവും ഉണ്ടാവാത്ത, ഒരു മാറ്റവും വന്ന് ചേരാത്ത, എപ്പോഴും തടസ്സങ്ങൾ മാത്രം നേരിടുന്ന ഒരു സാഹചര്യം നിങ്ങളിൽ പല ആളുകൾക്കും ഉണ്ടായിരിക്കാം. ഇപ്പോൾ നിങ്ങളുടെ തൊഴിൽ മേഖലയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഒരു ജോലിയിൽ നിങ്ങൾ കുറേ കാലമായിട്ട് തുടരുകയും അതിൽ നന്നായിട്ട് നിങ്ങൾ അധ്വാനിച്ചിട്ടും അവിടെ ഒരു ശമ്പള വർധനവോ അല്ലെങ്കിൽ ഒരു പ്രമോഷനോ ഒന്നും ലഭിക്കാത്ത ഒരു സാഹചര്യമായിരിക്കാം പലർക്കും ഉള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു നിരാശയും ഒരു പുരോഗതിയുമില്ലല്ലോ എന്ന ഒരു ചിന്തയുമൊക്കെ നിങ്ങളിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കാര്യങ്ങളെ മറ്റൊരു രീതിയിൽ ചിന്തിക്കാനായിട്ട് തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ കഴിവ് എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ മികച്ച രീതിയിൽ അവിടെ പ്രവർത്തിക്കണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ കഴിവുകൾ കൂടുതൽ നല്ല രീതിയിൽ ഉപയോഗിക്കാനും അതിലൂടെ സാമ്പത്തിക നേട്ടങ്ങളും തൊഴിൽപരമായിട്ടുള്ള പുരോഗതിയുമൊക്കെ കൈവരിക്കാനും ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ വലിയ ആഘോഷങ്ങളുടെയൊക്കെ ഒരു അന്തരീക്ഷം ഈ ഒരു സമയം എത്തിച്ചേരുന്നുണ്ട്. അതൊരു പക്ഷേ പുതിയൊരു വീട്ടിലേക്ക് മാറുന്നതോ അല്ലെങ്കിൽ ഒരു വിവാഹം നടക്കുന്നതോ ഒക്കെ ആയിരിക്കാം. എന്തായാലും വളരെ കാലമായിട്ട് നിങ്ങൾ കാത്തിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു മംഗളകർമ്മം നിങ്ങളുടെ കുടുംബത്ത് ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ ഈ ഒരു സമയം ഒത്തുവരും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസം വളരുന്ന ഒരു സമയമാണിത്. നിങ്ങളുടെ ഉള്ളിലെ ഭയവും മടിയുമെല്ലാം നിങ്ങൾ ദൂരെ കളഞ്ഞുകൊണ്ട് ധൈര്യത്തോടെ ജീവിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ജീവിതത്തെ സ്വയം നിയന്ത്രിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നതാണ്. പ്രതിസന്ധികളിലൊക്കെ തളരാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ഊർജം ഈ ഒരു സമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതേപോലെ തന്നെ ബന്ധങ്ങളിലെ അകൽച്ചയും തെറ്റിദ്ധാരണകളുമൊക്കെ മാറുന്ന ഒരു സമയമാണിത്. അതായത് നിങ്ങളെ മുൻപ് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം തെറ്റിദ്ധാരണകളൊക്കെ മാറി അവർ നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുന്ന ഒരു സമയമാണിത്. കൂടാതെ അനാവശ്യമായിട്ടുള്ള ചിലവുകളെ നിയന്ത്രിക്കാനും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനുമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം കഴിയുന്നതാണ്. ഇവിടെ ആത്മീയമായിട്ടുള്ള ഒരു ഉണർവ് ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. കലാപരമായ കാര്യങ്ങളിലൊക്കെ ഒരു താല്പര്യം ഈ ഒരു സമയം നിങ്ങളിൽ വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഊർജവും ഭാഗ്യവുമൊക്കെ പ്രപഞ്ചം നിങ്ങൾക്ക് ഈ ഒരു സമയം എത്തിച്ചു നൽകും എന്നുള്ളതാണ്. അപ്പോൾ
ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ് ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ഇനി സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ് എന്താണെന്ന് നോക്കാം. എന്തെല്ലാം സന്തോഷങ്ങളാണ്, എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ഈ ഒരു സമയം നിങ്ങളെ തേടി വരുന്നത്, എന്ത് നല്ല മാറ്റമാണ് ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിന് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 3 of Cups, 8 of Swords, Five of Cups, Knight of Wands, സൺ കാർഡ് വന്നിട്ടുണ്ട്, 6 of Cups. ഇത്രയും കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളെ ഇപ്പോൾ വലിയൊരു നഷ്ടബോധമോ അല്ലെങ്കിൽ ഒരു നിരാശയൊക്കെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് സംഭവിച്ചു പോയ എന്തെങ്കിലും തെറ്റുകളെയോ, ബന്ധങ്ങളിൽ നിങ്ങൾക്ക് സംഭവിച്ച നഷ്ടങ്ങളെയോ, അതേപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിച്ച പരാജയങ്ങളെയോ ഒക്കെ ഓർത്തുള്ള ഒരു നിരാശയും നഷ്ടബോധവും ഒക്കെ ആയിരിക്കാം നിങ്ങളിലിപ്പോൾ ഉള്ളത്. എന്നാൽ ഇവിടെ ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് ഉള്ളതാണെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ നല്ല അവസരങ്ങളും നിങ്ങളെ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ടുള്ള ആളുകളും അതേപോലെ തന്നെ സന്തോഷങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ അതിനെ കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കാതെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയവയെ അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അപ്പോൾ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. അതിനെയൊക്കെ വിട്ടുകളഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മുന്നിലുള്ള സന്തോഷങ്ങളെയും അവസരങ്ങളെയും നല്ല ആളുകളെയും ഒക്കെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും നിങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു മാനസിക തടവറയിൽ അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകളിൽ അകപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് അനാവശ്യമായിട്ടുള്ള ഭയങ്ങളും ചിന്തകളും മൂലം എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ഇരുട്ടിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് പലർക്കും ഉള്ളതെന്നാണ് കാണുന്നത്. എന്നാൽ ഇവിടെ നിങ്ങൾ മനസ്സ് വെച്ചാൽ മാത്രം മാറാവുന്ന ഒരു അവസ്ഥ മാത്രമാണ് നിങ്ങൾക്ക് ഉള്ളത്. നിങ്ങളിലെ ഭയവും അനാവശ്യമായിട്ടുള്ള ചിന്തകളുമാണ് എങ്ങോട്ടും നീങ്ങാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഭയത്തെയും അനാവശ്യ ചിന്തകളെയും ഒക്കെ വിട്ടുകളഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ പഴയ കാലത്തെ നല്ല ഓർമ്മകളൊക്കെ കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. കുട്ടിക്കാലത്തെ പഴയ സുഹൃത്തുക്കളെയോ പ്രിയപ്പെട്ട വ്യക്തികളെയോ ഒക്കെ ഈ ഒരു സമയം കണ്ടുമുട്ടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. കൂടാതെ നിങ്ങളുടെ കുടുംബത്തിലോ സൗഹൃദങ്ങളിലോ ഒക്കെ എല്ലാവരും ചേർന്ന് ആഘോഷിക്കാനൊക്കെയുള്ള സാഹചര്യങ്ങളും ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും ഒറ്റപ്പെടലൊക്കെ നിങ്ങളിൽ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് അത്തരം ആഘോഷങ്ങളൊക്കെ നിങ്ങളെ സഹായിക്കുന്നതാണ്. കൂടാതെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കൊക്കെ പോകാനുള്ള വലിയൊരു ആത്മവിശ്വാസവും ആവേശവുമൊക്കെ ഈ ഒരു സമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നിലുള്ള ഏതൊരു തടസ്സത്തെയും ശക്തമായിട്ട് നേരിടാനുള്ള ഒരു ഊർജം ഈ ഒരു സമയം നിങ്ങളിൽ എത്തിച്ചേരുന്നുണ്ട്. അതേപോലെ ഇവിടെ സൺ കാർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. ഇവിടെ ഈ ഒരു സമയം നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിനും പൂർണ്ണമായിട്ടുള്ള ഒരു വിജയം സംഭവിക്കുന്ന, ഏതൊരു കാര്യത്തിലും നിങ്ങൾക്കൊരു വ്യക്തത കിട്ടുന്ന, നിങ്ങൾക്ക് രോഗശാന്തി എത്തിച്ചേരുന്ന ഒക്കെ ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. ഇത്രയും നാൾ നിങ്ങളെ ആയാലും നിങ്ങളുടെ ജീവിതത്തെ ആയാലും മൂടി നിന്നിരുന്ന ആ ഒരു ഇരുട്ട് മാറി ഇനി പ്രകാശം വരുവാണ്. ഒരു പുതിയ പുലരി നിങ്ങളുടെ ജീവിതത്തിൽ ഉദിച്ചു വരുന്ന ഒരു സമയമാണിത്. അവിടെ ആത്മവിശ്വാസം നിങ്ങളിൽ വർദ്ധിച്ചു വരുന്നതാണ്. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു പരിഹാരം ലഭിക്കുന്നതാണ്. തൊഴിലിലും
കരിയറിലുമൊക്കെ നിങ്ങൾക്ക് വലിയ പുരോഗതി ഉണ്ടാവുന്നതാണ്. അതുപോലെ പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ബിസിനസ്സിൽ പുരോഗതി വന്നു ചേരുന്നതാണ്. അത്തരത്തിൽ എല്ലാ മേഖലയിലും പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത്. അപ്പോൾ സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ് ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.